സുസ്ലോൺ എനർജി ലിമിറ്റഡ് നിക്ഷേപകരുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഓഹരിയായ ഈ കമ്പനിയെക്കുറിച്ചാവട്ടെ ഈ തവണത്തെ വീഡിയോ. സുസ്ലോൺ എനർജി എന്ന കമ്പനിയുടെ ബിസിനസ്, സാമ്പത്തിക വിശകലനം, കമ്പനി ഉൾപ്പെട്ട ബിസിനസ്സിൽ മുന്നോട്ടുള്ള വളർച്ച തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇതിൽ വിശദമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പണ്ട് നിക്ഷേപകർക്ക് ഏറ്റവും കൂടുതൽ വേദന കൊടുത്തിട്ടുള്ള ഈ കമ്പനി ഇന്ന് നിക്ഷേപകരുടെ ഇഷ്ട ഓഹരിയായി മാറിക്കഴിഞ്ഞു എന്ന് വേണം കരുതാൻ. എന്താണ് സുസ്ലോൺ എനർജിയുടെ ബിസിനസ്? ഇന്ത്യയുടെ റിന്യൂവബിൾ എനർജി റെവല്യൂഷന്റെ ഭാഗമായ സുസ്ലോൺ എനർജി ലിമിറ്റഡ് സുസ്ഥിര ഊർജ്ജ പരിഹാരങ്ങൾ നൽകുന്നതിൽ ഒരു മുൻനിര കമ്പനിയായി ഉയർന്നു. വിൻഡ് ടർബൈൻ ജനറേറ്ററുകളുടെ നിർമ്മാണം, ഇൻസ്റ്റോളേഷൻ, പരിപാലനം എന്നിവയിൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. വിൻഡ് എനർജി മൂല്യശൃംഖലയിൽ ഉടനീളമുള്ള സമഗ്രമായ വൈദഗ്ധ്യം ഉപയോഗിച്ച് സുസ്ലോൺ റോട്ടർ ബ്ലേഡുകൾ, ടവറുകൾ, ജനറേറ്ററുകൾ, നാസൽസ് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഘടകങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. പൊതു സ്വകാര്യ മേഖലയിലെ പവർ യൂട്ടിലിറ്റികളുടെ വിശ്വസ്ത പങ്കാളി എന്ന നിലയിൽ സുസ്ലോൺ അത്യാധുനിക സാങ്കേതിക വിദ്യയിലൂടെ സുസ്ഥിര ഊർജ്ജ പരിഹാരങ്ങൾ നൽകുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ്. ഇതിനാൽ തന്നെ ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലീൻ എനർജിയിലേക്കുള്ള മാറ്റത്തിന്റെ ഭാഗമാകാൻ ഈ കമ്പനിക്ക് കഴിയുന്നു. ഈ മേഖലയിലെ വളർച്ച മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന നൂതന വിൻഡ് ടർബൈൻ മോഡലുകൾ അവതരിപ്പിച്ച് ഇതിൽ നിന്നും പരമാവധി നേട്ടം കൊയ്യാൻ സുസ്ലോൺ തയ്യാറെടുക്കുന്നു. ഇന്ത്യ കൂടാതെ വിദേശ രാജ്യങ്ങളിലും കമ്പനിയുടെ സേവനങ്ങളുണ്ട്. ഈ സ്റ്റോക്കിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രകടനം നോക്കാം. 5 വർഷം മുൻപ് പെന്നി സ്റ്റോക്കുകളുടെ ഗണത്തിലേക്ക് വീണ ഈ സ്റ്റോക്ക് ഏകദേശം 2 രൂപയ്ക്കടുത്താണ് ട്രേഡ് ചെയ്തിരുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ ജനുവരി 31 ക്ലോസിംഗ് വിലയുടെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോക്ക് 58 രൂപയ്ക്കടുത്താണ് ഇപ്പോഴുള്ളത്. എന്നിരുന്നാലും 2005 എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്തതിനു ശേഷം ഈ ഓഹരിയിൽ കാര്യമായ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ലിസ്റ്റിംഗ് വിലയിൽ നിന്നും 2019 ഡിസംബറോടെ സ്റ്റോക്ക് വില 98% വരെ കുറഞ്ഞു. എന്നാൽ അതിനുശേഷം സ്റ്റോക്കിൽ ശ്രദ്ധേയമായ വഴിത്തിരിവുണ്ടായി. കേന്ദ്ര സർക്കാർ ഈ മേഖലയ്ക്ക് കൊടുത്തിരിക്കുന്ന പ്രാധാന്യവും കമ്പനിയുടെ ബിസിനസ്സിലുണ്ടായ ഉയർച്ചയും ഒത്തുചേർന്നപ്പോൾ തുടർച്ചയായി കടത്തിലായിരുന്ന കമ്പനി മികച്ച സാമ്പത്തിക ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ സ്റ്റോക്ക് ഇപ്പോഴും ലിസ്റ്റിംഗ് വിലയുടെ അടുത്തെങ്ങും എത്തിയിട്ടില്ല. പഴയകാല നിക്ഷേപകർക്ക് കനത്ത നഷ്ടം വരുത്തിവെച്ച ഈ ഓഹരിയിൽ പക്ഷേ 5 വർഷം മുൻപ് നിക്ഷേപിച്ച് ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നവർക്ക് ലോട്ടറി അടിച്ചു എന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 5 വർഷത്തിൽ മാത്രം ഈ സ്റ്റോക്ക് 2500% ലാഭമാണ് നിക്ഷേപകർക്ക് സമ്മാനിച്ചത്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, ഒരാൾ 5 വർഷം മുൻപ് ഈ സ്റ്റോക്കിൽ 10,000 രൂപ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഈ പണത്തിന്റെ ഇപ്പോഴത്തെ മൂല്യം ഏകദേശം 2,58,500 രൂപയായി കാണും. സുസ്ലോൺ എനർജിയുടെ കഴിഞ്ഞ ക്വാർട്ടറുകളിലെ സാമ്പത്തിക ഫലങ്ങൾ വളരെ മികച്ചതായിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 2ാം പാദത്തിലെ മികച്ച പ്രകടനം 3ാം പാദത്തിലും കമ്പനി നിലനിർത്തിയതായി കാണാം. സുസ്ലോൺ എനർജി ലിമിറ്റഡിന്റെ ഏകീകൃത അറ്റാദായം ഈ സാമ്പത്തിക വർഷത്തിന്റെ 3ാം പാദത്തിൽ വാർഷികാടിസ്ഥാനത്തിൽ 90% ഉയർന്ന് 203.2 കോടി രൂപയിൽ നിന്ന് 386.5 കോടി രൂപയായി. വരുമാനം 91% വർദ്ധിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ 1,552.9 കോടിയിൽ നിന്ന് 2,968.8 കോടി രൂപയായി. ബ്ലൂംബർഗ് നടത്തിയ സർവേയിൽ ഇത് യഥാക്രമം 350 കോടിയും 2,855 കോടി രൂപയുമായിരുന്നു. എബിറ്റ 106% ഉയർന്ന് 239.7 കോടിയിൽ നിന്ന് 498.6 കോടിയായി. എബിറ്റ എസ്റ്റിമേഷൻ 431 കോടി രൂപയായിരുന്നു. മാർജിൻ 136 ബേസിസ് പോയിന്റ് വർദ്ധിച്ച് 15.43% നിന്നും 16.79% ഇതും എസ്റ്റിമേറ്റ് ഫിഗറായ 15.1% കൂടുതലാണ്. സെഗ്മെന്റ് തിരിച്ചുള്ള വരുമാന വർധനയിലും കമ്പനി മികവ് പുലർത്തിയതായി കാണാം. വിൻഡ് ടർബൈൻ ജനറേറ്റർ വരുമാനം 2.33 മടങ്ങായും ഫൗണ്ടറി, ഫോർജിംഗ് എന്നിവയിലെ വരുമാനം 65% വർദ്ധിച്ചു. ഓപ്പറേഷൻസ്, മെയിൻ്റനൻസ് സെഗ്മെന്റിലെ വരുമാനത്തിൽ 13% വർധനവ് രേഖപ്പെടുത്തി. ഈ അടുത്തായി NTPC ഗ്രീനിൽ നിന്നും 1166 മെഗാവാട്ടിൻ്റെ
ഇന്ത്യൻ വിൻഡ് ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും വലിയ ഓർഡർ കമ്പനി സ്വന്തമാക്കി. സാമ്പത്തിക പ്രതിബദ്ധതകളുടെ പിന്തുണയുള്ള ഈ ഉറച്ച ഓർഡറുകൾ കൂടിയായതോടെ കമ്പനിയുടെ നിലവിലെ ഓർഡർ ബുക്ക് 5 ജിഗാവാട്ടായി. 2025 ജനുവരിയിലെ കണക്ക് പ്രകാരം കമ്പനിയുടെ നിലവിലെ മൊത്തം ഓർഡർ ബുക്ക് 5521 മെഗാവാട്ടാണ്. ഇത് 2023 ഡിസംബറിലെ 2290 മെഗാവാട്ടിൽ നിന്ന് 3.4 മടങ്ങിൻ്റെ കുതിച്ചുചാട്ടമാണ് കാണിക്കുന്നത്. കമ്പനിയുടെ ഓർഡർ ബുക്കിൻ്റെ 58% റീറ്റെയിൽ അല്ലെങ്കിൽ വാണിജ്യ വ്യാവസായിക ഇടപാടുകാരിൽ നിന്നും 21% കേന്ദ്ര സംസ്ഥാന ലേലങ്ങളിൽ നിന്നും ബാക്കി പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നുള്ളതുമാണ്. നവീകരിച്ച പുതുച്ചേരിയിലെയും ദാമൻ നാസല്ലയിലെയും ഫെസിലിറ്റികളിലൂടെ സുസ്ലോണിൻ്റെ മൊത്തം ഉൽപ്പാദനശേഷി 4.5 ജിഗാവാട്ടിലെത്തി. കമ്പനിയുടെ വാർഷിക ഡെലിവറികൾ ഒരു വർഷം മുൻപുണ്ടായിരുന്ന 170 മെഗാവാട്ടിൽ നിന്ന് 447 മെഗാവാട്ടായി. 2025 സാമ്പത്തിക വർഷത്തിലെ 9 മാസത്തെ കമ്പനിയുടെ ഡെലിവറികൾ 997 മെഗാവാട്ടാണ്. ഒരു വർഷം മുൻപ് ഇതേ കാലയളവിൽ 437 മെഗാവാട്ടായിരുന്നു. 2025 സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തിൽ സുസ്ലോൺ റെനോമിനെ ഏറ്റെടുത്തിരുന്നു. ഈ ഏറ്റെടുക്കലിലൂടെ സുസ്ലോൺ മൾട്ടി ബ്രാൻഡ് O&M മേഖലയിലേക്കുള്ള അതിൻ്റെ പ്രവേശനം ഉറപ്പുവരുത്തുന്നു. കൂടാതെ കൂടുതൽ മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാനും ലാഭം വർദ്ധിപ്പിക്കാനും കമ്പനി ലക്ഷ്യം വയ്ക്കുന്നു. വികസനങ്ങൾക്കുള്ള മൂലധനം കണ്ടെത്താനായി കമ്പനി അതിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള നോൺ കോർ ആസ്തികളിൽ നിന്ന് 4.4 ബില്യൺ രൂപയ്ക്കടുത്ത് ധനസമ്പാദനം നടത്തിയിരുന്നു. PSU, C&I ഉപഭോക്താക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മികച്ച മാർജിനുകളുള്ള ഉയർന്ന നിലവാരമുള്ള ഓർഡറുകളിൽ സുസ്ലോൺ ലക്ഷ്യം വയ്ക്കുന്നു. കമ്പനി അതിൻ്റെ പ്രധാന ബിസിനസ്സായ കാറ്റിൽ നിന്നുള്ള ഊർജ്ജ ഉൽപ്പാദനത്തിനോടൊപ്പം ഊർജ്ജ സംഭരണം പോലെയുള്ള സമീപ മേഖലകളിലെ അവസരങ്ങളും പര്യവേഷണം ചെയ്യുകയാണ്. സുസ്ലോൺ സാങ്കേതിക വിദ്യയിലും സംഘടനാപരമായ വളർച്ചയിലും നിക്ഷേപം തുടരുന്നതിനോടൊപ്പം ദീർഘകാല ക്ലയന്റ് ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് ആവർത്തിച്ചുള്ള ബിസിനസ്സിനും ഇതുവഴി സുസ്ഥിരമായ വളർച്ചയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നു. 2025 സാമ്പത്തിക വർഷത്തിൽ 5 ജിഗാവാട്ടും 2026 സാമ്പത്തിക വർഷത്തിൽ ഇത് 6 മുതൽ 7 ജിഗാവാട്ടായും അതിനുശേഷം പ്രതിവർഷം 9 മുതൽ 10 ജിഗാവാട്ടിൻ്റെ വളർച്ചയുമാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, മൊബിലിറ്റി എന്നിവയിൽ നിന്നുള്ള വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യകതയാണ് ഈ വളർച്ചയെ നയിക്കുന്നത്. കാറ്റിൽ നിന്നുള്ള ഊർജ്ജ മൂല്യ ശൃംഖലയിലുടനീളമുള്ള സമഗ്രമായ എൻഡ്-ടു-എൻഡ് ഓഫറുകളിലാണ് കമ്പനിയുടെ മത്സരാധിഷ്ഠിത നേട്ടം. എന്നിരുന്നാലും 2025 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ഏകദേശം 1476 മെഗാവാട്ട് കമ്മീഷൻ ചെയ്തു. ഇത് കമ്പനി ലക്ഷ്യം വെച്ചതിനേക്കാൾ കുറവായിരുന്നു. കടുത്ത മൺസൂൺ മൂലമുള്ള തടസ്സങ്ങളാണ് ഇതിന് കാരണമായത്. നിരവധി ടർബൈനുകൾ പ്രീ കമ്മീഷനിങ് ഘട്ടത്തിലാണെന്നും 2025 സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തോടെ ഇത് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മാനേജ്മെൻറ്റ് അഭിപ്രായപ്പെടുന്നു. ഉൽപാദനശേഷി ഒരു പ്രശ്നമല്ലെങ്കിലും പദ്ധതികൾ അപ്രൂവ് ആകാൻ എടുക്കുന്ന കാലതാമസം വിതരണത്തെ ബാധിച്ചേക്കാം. സുസ്ലോൺ അതിൻ്റെ 5.5 ജിഗാവാട്ടിൻ്റെ അടുത്ത് വരുന്ന ഓർഡർ ബുക്ക് അടുത്ത 18 മുതൽ 24 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് അഭിപ്രായപ്പെടുന്നു. NTPC ഓർഡറുകൾക്കുള്ള വിതരണം 2025 സാമ്പത്തിക വർഷം 2ാം പാദത്തിൻ്റെ അവസാനത്തോടെ ആരംഭിക്കുമെങ്കിലും നടപ്പ് സാമ്പത്തിക വർഷം അവസാനത്തോടെ കാര്യമായ ഡെലിവറികൾ പ്രതീക്ഷിക്കുന്നു. 2025 സാമ്പത്തിക വർഷം അവസാന പകുതിയിൽ ഉയർന്ന കമ്മീഷനിംഗ് നിരക്ക് കൈവരിക്കുന്നതിലും മുൻപത്തെ തടസ്സങ്ങളെ അതിജീവിക്കുന്നതിലും ശക്തമായ ഓർഡർ ബുക്കിൽ നിന്ന് പരമാവധി നേട്ടം ഉണ്ടാക്കാമെന്നും മാനേജ്മെൻറ്റ് ആത്മവിശ്വാസം പുലർത്തുന്നു. ശക്തമായ സാമ്പത്തിക പരിസ്ഥിതിയും തന്ത്രപരമായ വളർച്ചാ സംരംഭങ്ങളും ഉള്ളതിനാൽ റിന്യൂവബിൾ എനർജി മേഖലയിൽ ഉയർന്നുവരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ സുസ്ലോണിന് മികച്ച സ്ഥാനമുണ്ട്. ഇനി ഈ സെക്ടറിൽ നിക്ഷേപിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി മനസ്സിലാക്കാം. ഒന്നാമതായി ഡീകാർബണൈസേഷനുള്ള ആഗോള മുന്നേറ്റവും പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളുടെ വർദ്ധിച്ച ആവശ്യകതയും കാറ്റിൽ നിന്നുള്ള ഊർജ്ജ മേഖലയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുകയും സുസ്ലോൺ പോലുള്ള കമ്പനികൾക്ക് ധാരാളം അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. രണ്ടാമതായി വിൻഡ് ടർബൈൻ സാങ്കേതിക വിദ്യയിലെ പുരോഗതി, കൂടുതൽ കാര്യക്ഷമവും ഉയർന്ന ഉൽപ്പാദനക്ഷമതയുള്ളതുമായ മോഡലുകൾ ഉൾപ്പെടെ
ഊർജത്തിൻ്റെ ചിലവ് കുറയ്ക്കാനും കാറ്റാടി വൈദ്യുതിയെ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളുമായി കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കാനും സഹായിക്കുന്നു. മൂന്നാമതായി, അനുകൂല സർക്കാർ നയങ്ങളും റിന്യൂവബിൾ എനർജി ഇൻഫ്രാസ്ട്രക്ചറിലെ വർദ്ധിച്ചു വരുന്ന നിക്ഷേപങ്ങളും ആഗോളതലത്തിൽ കാറ്റാടി ഊർജ്ജ പദ്ധതികളുടെ വ്യാപനത്തെ പിന്തുണയ്ക്കുന്നു. ഇത് ആഭ്യന്തര അന്തർദേശീയ വിപണികളിൽ സുസ്ലോണിൻ്റെ ബിസിനസ്സുകൾക്കുള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. ഈ കമ്പനിയിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ സുസ്ലോണിൻ്റെ ഫാക്ട് ഷീറ്റ്, ത്രൈമാസ ഫലങ്ങൾ, സെക്ടർ അപ്ഡേറ്റുകൾ തുടങ്ങിയ എല്ലാം വിശദമായി പരിശോധിച്ച് മാത്രം നിക്ഷേപ തീരുമാനം കൈക്കൊള്ളുക. സ്റ്റോക്ക് മാർക്കറ്റ്, മറ്റ് നിക്ഷേപ ഉപാധികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താൽപ്പര്യപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.